ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000. പ്രണയദിനത്തിൽ ഒരുമിച്ച് കൂടി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർ. ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. IG അജിത ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകമെങ്ങും പ്രണയദിനം ആഘോഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കൂട്ടം വനിതകൾ ഒത്തുകൂടി. ജീവിതത്തിൽ പല വേഷങ്ങൾ അണിഞ്ഞവർ, മകളായി, ഭാര്യയായി, പെങ്ങളായി, അമ്മയായി. ഈ കാലഘട്ടത്തിനിടയിൽ അവർ താണ്ടിയ ജീവിതാനുഭവങ്ങളാണ് ചർച്ചയായതും. അവകാശങ്ങൾ ഉറക്കെ പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും മുൻപോട്ടുള്ള പാതയിലാണവർ. ഗാർഹിക പീഡന കേസുകളിൽ ഇരയായവർക്കൊപ്പം എന്നും കേരള പോലീസ് ഉണ്ടാകുമെന്ന് IG അജിത ബീഗം. The moment every crime gets reported, അതിന് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു ക്രൈമിൽ ഇൻവോൾവ് ആവോ? സോ ആ ഒരു സ്റ്റേജിലേക്ക് കടക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇപ്പൊ സൊസൈറ്റൽ ചേഞ്ചസ് ആണ് വരേണ്ടത്. ഓരോരോ വീട്ടിനകത്തും ചേഞ്ചുകൾ വരണം, ഓരോരോ കുടുംബത്തിലും ഓരോരോ ഇൻഡിവിജ്വലിനകത്ത് ചേഞ്ച് വരണം, വീട്ടിനകത്ത് ചേഞ്ച് വരണം. ആ ചേഞ്ച് ആയിരിക്കും സൊസൈറ്റൽ ലെവലിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുക. തിരുവനന്തപുരം മാനവീയത്ത് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ആശയം ജ്വാലയായി അവർ മാറ്റി. സ്ത്രീധനത്തിനെതിരായി മുരുകൻ കാട്ടാക്കടയുടെ കനൽപൊട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും അരങ്ങേറി. ഗാർഹികാതിക്രമ പ്രതിരോധ സമിതിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ സിസ്റ്റർ റാണിറ്റ്, വിയാസന എന്നിവരും പങ്കെടുത്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8300083000.